നിലമ്പൂരില് വളരെ ശക്തമായ ഒരു രാഷ്ട്രീയ മത്സരത്തിലേക്ക് മാറുകയാണ്. നേരത്തെ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു നിലമ്പൂരായിരിക്കില്ല, ഉപതെരഞ്ഞെടുപ്പായിരിക്കില്ല നടക്കുക. UDF-ന്റെയും അതുപോലെ തന്നെ CPM-ന്റെയും LDF-ന്റെയും കരുത്തരായ സ്ഥാനാർത്ഥികൾ ഏറ്റുമുട്ടുന്നു. ഇവിടെ അൻവർ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹം എന്തു വില കൊടുത്തും ആര്യാടൻ ഷൗക്കത്തിനെ പരാജയപ്പെടുത്താനുള്ള ശ്രമങ്ങളായിരിക്കും നടത്തുക. അദ്ദേഹം ഇന്ന് പറഞ്ഞത് വളരെ വ്യക്തമാണ്. ആര്യാടൻ ഷൗക്കത്തിനെ MLA ആക്കാനല്ല താൻ രാജിവെച്ചത് എന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ തോൽപ്പിക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. അതിനുവേണ്ടി CPM-ഉമായിട്ട് എങ്ങനെയെങ്കിലും രഹസ്യമായ ചില ധാരണകൾ ഉണ്ടാക്കാനായിരിക്കും അദ്ദേഹം ശ്രമിക്കുക. അതൊക്കെ അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ രാഷ്ട്രീയത്തിന് ഘടകവിരുദ്ധമായി പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അൻവറിനെ പോലെ ഒരാൾക്ക് അതൊന്നും ഒരു വലിയ പ്രശ്നമല്ല. പറഞ്ഞ വാക്കിനൊന്നും വലിയ വിലയൊന്നും അദ്ദേഹം കൽപ്പിക്കാറില്ല. അതുകൊണ്ട് രഹസ്യമായിട്ട് CPM-മായി ചില ധാരണകൾ ഉണ്ടാക്കാൻ അദ്ദേഹം ശ്രമിച്ചു കൂടുന്നില്ല. അദ്ദേഹത്തെ യൂദാസ് എന്നാണ് കഴിഞ്ഞ ദിവസം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാഷ് പറഞ്ഞത്. അതൊന്നും അദ്ദേഹത്തിന് പ്രശ്നമല്ല. പിണറായിസത്തിന്റെ ഏറ്റവും ശക്തനായ വക്താവാണ് സ്വരാജ് എന്നും ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചില CPM-കാരൊക്കെ അദ്ദേഹത്തെ ബന്ധപ്പെടുന്നുണ്ട് എന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. എന്തായാലും നമ്മുടെ അൻവർ സാഹിബിന്റെ രാഷ്ട്രീയ ഭാവി ഇരുളടഞ്ഞതാവാനാണ് സാധ്യത. ഇനിയിപ്പോ CPM-ആയിട്ട് എത്ര ധാരണയ്ക്ക് പോയാലും അവർ ജയിച്ചു എന്ന് വിചാരിക്കുക. അവർക്ക് പിന്നെ എന്തിനാണ് അൻവറിന്റെ പരസ്യമായ പിന്തുണ ഇല്ലാതെ തന്നെ സ്വരാജിന് ജയിക്കാൻ സാധിച്ചാൽ അവരിനി ഭാവിയിൽ അൻവറിനെ കൂടെ കൂട്ടണമെന്നില്ല. ഇനി തോറ്റാലോ? അപ്പോൾ അൻവർ ഒരു യൂദാസ് എന്ന നിലപാട് തന്നെയായിരിക്കും CPM സ്വീകരിക്കുക. UDF ആവട്ടെ ഇനി ഒരിക്കലും അദ്ദേഹത്തെ സ്വീകരിക്കണമെന്നില്ല. അവരുടെ സ്ഥാനാർത്ഥിയെ തള്ളിപ്പറഞ്ഞ് അവർക്കെതിരായിട്ട് പരസ്യമായി നിലപാടെടുക്കുന്ന ഒരാൾ, അത്തരത്തിലൊരാള് ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചാലും തോറ്റാലും ഭാവിയിൽ UDF അവരുടെ കൂട്ടത്തിൽ കൂട്ടണമെന്നില്ല. ഒരു ചെറിയ കണക്കുകൂട്ടലിലാണ് അൻവറിന് തെറ്റുപറ്റിയതെന്ന് തോന്നുന്നു. ഇന്നലെ രാവിലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നിട്ട് സ്വരാജിനെ ഇവിടെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നു. സ്വാഭാവികമായിട്ടും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിപ്പിക്കുന്നതിനേക്കാൾ ശക്തമായ ഒരു സാഹചര്യമായിരിക്കും അവരുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ സ്വരാജ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. ആ തീരുമാനം വന്നപ്പോൾ കോൺഗ്രസും UDF-ഉം പേടിച്ചു പോകുമെന്നാണ് നമ്മുടെ അൻവർ സാഹിബ് വിചാരിച്ചത്. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് UDF-ൽ പൂർണ്ണ അംഗത്വം തന്നെ അങ്ങോട്ട് വാഗ്ദാനം ചെയ്തുകൊണ്ട് തന്റെ അടുത്തേക്ക് UDF-ഉം കോൺഗ്രസും വരും, അല്ലെങ്കിൽ തന്റെ നിബന്ധനകൾ അംഗീകരിച്ചുകൊണ്ട് താനുമായിട്ടൊരു ഒത്തുതീർപ്പിന് UDF തയ്യാറാകും, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകും എന്നാണ് വിചാരിച്ചത്. പക്ഷെ അതിന് അവർ നിന്നുകൊടുത്തില്ല. സ്വരാജല്ല ആരുമെന്ന് മത്സരിച്ചാലും ഞങ്ങൾ അതിനെ നേരിട്ട് കൊള്ളാം, അതിനുവേണ്ടി അൻവറുമായിട്ട് യാതൊരു തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പിന് ഞങ്ങളില്ല എന്നൊരു നിലപാട് UDF എടുത്തു. അത് ഏകാണ്ഡമായ ഒരു തീരുമാനമായിരുന്നു. അവർക്ക് അങ്ങനെയല്ലാതെ തീരുമാനിക്കാൻ പറ്റില്ല. അതായത് ധാരാളം ചർച്ചകൾ ഇത് സംബന്ധിച്ച് നടന്നതാ. ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടിയും കോൺഗ്രസിന്റെ രമേശ് ചെന്നിത്തലയൊക്കെ ഇടപെട്ട് സംസാരിച്ചതാ. പക്ഷേ അതിനുശേഷം ഉണ്ടായ തീരുമാനവും ധാരണയും, അതായത് UDF യോഗം ചേരുന്നതിന് മുമ്പ് തന്നെ, അതെന്താണെന്ന് ചോദിച്ചാൽ അസോസിയേറ്റ് മെമ്പർഷിപ്പ് കൊടുക്കാം, പക്ഷെ അദ്ദേഹം സ്ഥാനാർത്ഥി അംഗീകരിക്കണം എന്നുള്ളതായിരുന്നു. ആ ഒരു നിലപാടാണ് മുന്നണിയുടെ ചെയർമാൻ എന്ന നിലയിൽ, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സതീശൻ പരസ്യമായിട്ട് പറഞ്ഞത്. അപ്പോൾ അതിനെ മറികടന്നുകൊണ്ട്, സതീശൻ പരസ്യമായിട്ട് പറഞ്ഞ ഒരു നിലപാടിനെ മറികടന്നുകൊണ്ട് അൻവറിന്റെ പിടിവാശികൾക്ക് സമ്മർദ്ദത്തിന് വഴങ്ങി അദ്ദേഹത്തെ മുന്നണിയിൽ എടുക്കാൻ പറ്റുമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ബ്ലാക്ക് മെയിലിംഗിൽ നിന്നു കൊടുക്കാൻ സാധിക്കുമായിരുന്നില്ല UDF-ന്. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ UDF-ന്റെ മുഖം ജനങ്ങളുടെ മുമ്പിൽ നഷ്ടപ്പെടുകയില്ലേ? അപ്പൊ പിന്നെ VD സതീശന്റെ ചെയർമാൻ എന്ന നിലയിൽ, UDF-ന്റെ ചെയർമാൻ എന്ന നിലയിൽ VD സതീശന്റെ അവസ്ഥ എന്താവും? അദ്ദേഹം പരസ്യമായി പറഞ്ഞ ഒരു തീരുമാനത്തെ അല്ലെങ്കിൽ നിലപാടിനെ UDF തള്ളിക്കളയുന്നു എന്ന് വന്നാൽ പിന്നെ അദ്ദേഹത്തിന് നിലനിൽപ്പുണ്ടോ? അദ്ദേഹത്തിന് ഇനി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് മുഖം കാണിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. അപ്പൊ പിന്നെ UDF-ന് ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുകയല്ലാതെ മറ്റൊരു വഴിയുണ്ടായിരുന്നില്ല. പക്ഷേ അൻവർ മറിച്ചു കണക്ക് കൂട്ടി, സ്വരാജ് വന്നതുകൊണ്ട് എനിക്ക് അനുകൂലമായിട്ട് UDF മാറിയേക്കാം, അതുപോലെ ഇവിടെ CPM നിലപാട് തനിക്ക് വീണ്ടും സഹായകരമാവുകയാണ് എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷെ UDF അങ്ങനെയല്ല കരുതിയത്. ഉറച്ച ഒരു നിലപാടെടുത്ത് നിൽക്കാൻ തന്നെ UDF തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ന്
അദ്ദേഹത്തിന് ഞാൻ ഇനി UDF-ലേക്കില്ല, പക്ഷെ മത്സരിക്കുന്നുമില്ല എന്നൊരു തീരുമാനം പ്രഖ്യാപിക്കേണ്ടി വന്നു. ഇക്കാര്യത്തിൽ UDF, കോൺഗ്രസ്, പ്രത്യേകിച്ച് VD സതീശൻ എടുത്ത ഉറച്ച നിലപാട് വളരെ പ്രശംസനീയമാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ അങ്ങനെ തന്നെ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഒരു വ്യക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിന് വേണ്ടി ബ്ലാക്ക് മെയിലിങ്ങിന് വഴങ്ങുക എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള നേതൃത്വത്തെ, അത്തരത്തിലുള്ള മുന്നണിയെ ഒരു ജനങ്ങളും അംഗീകരിക്കില്ല. അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ധീരമായ ഒരു നിലപാടാണ് സതീശനും UDF-ഉം എടുത്തത്. നമ്മുടെ രാഷ്ട്രീയത്തില് അത്തരത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്ന ചില നേതാക്കൾ അത്യാവശ്യമാണ്. അല്ലാതെ എപ്പോഴും കീഴ്പ്പെടാനും വിട്ടുവീഴ്ചയ്ക്ക് വഴങ്ങാനുമാണ് തീരുമാനിക്കുന്നതെങ്കിൽ, ആ രീതിയിലാണ് നേതാക്കൾ പ്രവർത്തിക്കുന്നതെങ്കിൽ എപ്പോഴും അതിന് മാത്രമേ സമയം കാണുകയുള്ളൂ. ജനങ്ങളുടെ അംഗീകാരം അതിന് ലഭിക്കുകയുമില്ല.